സംഖ്യ 24 അധ്യായം. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ പ്രീതികരമെന്ന് ബാലാം കണ്ടു. മുന്നവസരങ്ങളിലെ പോലെ ശകുനം നോക്കാൻ പോകാതെ അവൻ മരുഭൂമിയിലേക്ക് തൻ്റെ മുഖം ഉറപ്പിച്ചു. ബാലാം തൻ്റെ കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങളനുസരിച്ച് ഇസ്രായേൽ കൂടാരമടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ദൈവചൈതന്യം അവൻ്റെ മേലുണ്ടായി. അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ അരുളപ്പാട്, നയനം തെളിഞ്ഞ വീരപുരുഷൻ്റെ അരുളപ്പാട്. വീണവനെങ്കിലും നയനങ്ങൾ തുറക്കപ്പെട്ട് സർവശക്തൻ്റെ ദർശനം അഭിവീക്ഷിച്ച് ദൈവഭാഷണങ്ങൾ ശ്രവിക്കുന്നവൻ്റെ അരുളപ്പാട്. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മോഹനമാണ്! ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ അവ വിരിക്കപ്പെട്ടിരിക്കുന്നു. താഴ്വരകൾ പോലെ, നദിയോട് ചേർന്നുള്ള ഉദ്യാനങ്ങൾ പോലെ, കർത്താവ് നട്ട കാരകിൽ നിര പോലെ, നിർത്തടത്തിലെ ദേവദാരു ശൃംഖല പോലെ. അവൻ്റെ സംഭരണികളിൽ നിന്ന് വെള്ളമൊഴുകും. അവൻ്റെ വിത്ത് ജലസമൃദ്ധിയിലായിരിക്കും. അവൻ്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും. അവൻ്റെ രാജ്യം ഉയർത്തപ്പെടും. അവനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ ദൈവമാണ്. അവൻ്റേത് കാട്ടുപോത്തിൻ്റേതുപോലുള്ള ഗാംഭീര്യമാണ്. തൻ്റെ എതിരാളികളായ ജനതകളെ അവൻ തിന്നൊടുക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവൻ തൻ്റെ അസ്ത്രങ്ങൾ എയ്തു തുളയ്ക്കും. സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും അവൻ പതുങ്ങിക്കിടക്കുന്നു. ആര് അവനെ ഉണർത്തും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതർ, നിന്നെ ശപിക്കുന്നവർ ശപ്തർ. ബാലാമിന് നേർക്ക് ബാലാക്കിൻ്റെ കോപം ജ്വലിച്ചു. തൻ്റെ കൈപ്പത്തികൾ കൂട്ടിയടിച്ചുകൊണ്ട് ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു: എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ വിളിച്ചു. എന്നാൽ ഇതാ, ഈ 3 പ്രാവശ്യവും നീ അവരെ കാര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നീ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോവുക. നിന്നെ യഥാവിധി ബഹുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതാ, കർത്താവ് നിന്നെ ബഹുമതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു: നീ എൻ്റെ പക്കലേക്ക് അയച്ചിരുന്ന നിന്റെ ദൂതന്മാരോട് ഞാൻ ഇപ്രകാരം പ്രസ്താവിക്കുക കൂടി ചെയ്തതല്ലേ? ബാലാക്ക് എനിക്ക് അവൻ്റെ വീട് നിറച്ച് വെള്ളിയും പൊന്നും തന്നാൽ പോലും സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാനായി കർത്താവിൻ്റെ നിർദ്ദേശം ലംഘിക്കുകയെന്നത് എനിക്കസാധ്യമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നതെന്തോ അത് ഞാൻ സംസാരിക്കും. ഇപ്പോൾ ഞാനിതാ എൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് യാത്രയാവുകയാണ്. വരൂ, ഈ ജനം നിന്റെ ജനത്തോട് വരും ദിനങ്ങളിൽ ചെയ്യാൻ പോകുന്നതെന്തെന്ന് ഞാൻ നിന്നെ ഉദ്ബോധിപ്പിക്കാം. അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ അരുളപ്പാട്, നയനം തെളിഞ്ഞ വീരപുരുഷൻ്റെ അരുളപ്പാട്. ദൈവത്തിൻ്റെ ഭാഷണങ്ങൾ ശ്രവിക്കുന്നവൻ്റെ, അത്യുന്നതൻ്റെ അറിവ് ഗ്രഹിക്കുന്നവൻ്റെ, സർവശക്തൻ്റെ ദർശനം അഭിവീക്ഷിക്കുന്നവൻ്റെ, വീണവനെങ്കിലും നയനങ്ങൾ തുറക്കപ്പെട്ടവൻ്റെ അരുളപ്പാട്. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ വീക്ഷിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം യാത്ര തിരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. മൊവാബിൻ്റെ നെറ്റിത്തടം അവൻ എയ്തു തുളയ്ക്കും. ക്ഷേത്യരെയെല്ലാം തരിപ്പണമാക്കും. ഏദോം അന്യാധീനമാകും. അവൻ്റെ ശത്രുക്കളായ സെയിർ അന്യാധീനമാകും. ഇസ്രായേലോ വീര്യം പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് അവൻ ഭരണം നടത്തും. അവശേഷിക്കുന്നവനെ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. പിന്നെ അവൻ അമലേക്കിനെ നോക്കി തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ജനതകളിൽ ഒന്നാമനാണ് അമലേക്ക്, എന്നാൽ അവൻ്റെ അന്ത്യം നാശത്തിലേക്കാണ്. അവൻ കായേൻകാരെ നോക്കി തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: നിന്റെ വാസസ്ഥലം സുസ്ഥിരമാണ്, പാറയിലാണ് നിന്റെ കൂടുകൂട്ടിയിരിക്കുന്നത്. എന്നാലും കായേൻ അഗ്നിയിലെരിയാനുള്ളവനാണ്. എത്ര നാളത്തേക്ക് അഷൂർ നിന്നെ തടവിലാക്കും? അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ഹാ, ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടെയിരിക്കും? കിത്തിം തീരത്ത് നിന്നുള്ള കപ്പലുകൾ അഷൂറിനെ പീഡിപ്പിക്കും, ഏബറിനെയും പീഡിപ്പിക്കും. എന്നാൽ അവനും നാശമടയും. ബാലാം എഴുന്നേറ്റ് സ്വദേശത്തേക്ക് മടക്കയാത്രയായി. ബാലാക്ക് തൻ്റെ വഴിക്കും പോയി.